ഹലോ, ഞാൻ ഇന്ന് കുറച്ച് ചെമ്പരത്തിപ്പൂ പൊട്ടിച്ചെടുക്കുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, തെറ്റിദ്ധരിക്കല്ലേ. ഇത് വെച്ച് നമുക്ക് നല്ല അടിപൊളി ഷാമ്പൂ ഉണ്ടാക്കാം. ഇങ്ങനെ ഷാമ്പൂ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഒറ്റ തവണ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഞാനിപ്പോൾ ഒരു 7 ചെമ്പരത്തിപ്പൂ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 4 ചെമ്പരത്തി ഇലയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 സ്പൂൺ ഉലുവ പൊടിയായാലും ഉപയോഗിക്കാം. ഉലുവ ഉണ്ടെങ്കിൽ ഉലുവ ഒരു അരമണിക്കൂർ നേരം ഒന്ന് കുതിർത്തി വെക്കണം. പിന്നെ വേണ്ടത് നമുക്ക് അലോവേറയുടെ തണ്ട് നമുക്ക് മുള്ളൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് ഒരു പിടി തുളസിയില, ഒരു പിടി കറിവേപ്പില, ഒരു പിടി മൈലാഞ്ചിയില. ഇതുകൂടി ഇതിലേക്ക് ചേർക്കണേ. മൈലാഞ്ചിയിലൊക്കെ ചേർക്കുമ്പോൾ മുടിയിലെ താരനൊക്കെ പോയി കിട്ടും. തുളസി നീർവീഴ്ചയ്ക്ക് നല്ലതാണ്, സ്മെല്ലിനും നല്ലതാണ്. കറിവേപ്പില ചേർക്കുമ്പോൾ മുടിക്ക് നല്ല കറുപ്പുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ചേർത്ത് ഇതിലേക്ക് നമ്മൾ ആ ബൗൾ കൊണ്ട് തന്നെ 2 ബൗൾ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെമ്പരത്തിപ്പൂവ്, ഉലുവ, ബാക്കിയുള്ള കൂട്ടുകളെല്ലാം ഇതിലേക്ക് ചേർത്ത് 2 ബൗൾ വെള്ളം ഇതിലേക്ക് ചേർത്ത് ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ചേരും. പിന്നെ ഇതൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ചൂടാക്കിയിട്ട് ഷാമ്പു ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഒരിക്കലും ഇത് കേടാവില്ല. നമുക്ക് 1 മാസത്തോളം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോഴപ്പോൾ തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാം. തിളപ്പിച്ചെടുത്ത ഇതൊന്ന് അരിച്ചെടുക്കണം. അത് കുറച്ച് നേരം തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കണം. തണുത്തതിന് ശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഈ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് മുടി കഴുകാം. പക്ഷേ ഇത് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് കുറച്ച് അധികം ഷാമ്പു ഉണ്ടാക്കാനാണ് ഞാൻ ഇതൊന്ന് അരച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഈ കൂട്ടെല്ലാം നമുക്ക് അരിച്ച് മാറ്റിയെടുത്തിട്ട് ഈ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇത് ഷാമ്പൂവിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ട് ആവശ്യത്തിന് അല്പം കൂടി വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ബോട്ടിലിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ തിക്നെസ് കുറച്ച് കുറയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ ഒഴിഞ്ഞ ഷാമ്പൂവിൻ്റെ ബോട്ടിലുകളുണ്ടെങ്കിൽ അതിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇതെനിക്ക് സ്കിൻ ഡോക്ടർ എഴുതിയ ഷാമ്പൂ ആണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. താരം പോകാനുള്ള സ്പാ ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ലോ സൂപ്പറാണ്. നല്ല അടിപൊളി സ്മെല്ലാണ്. കറിവേപ്പിലയുടെയും തുളസിയുടെയും ആയുർവേദിക് ഷാമ്പൂവിൻ്റെ അതേ സ്മെല്ലാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. ഞാനുണ്ടാക്കി നോക്കി, എനിക്ക് അതിഷ്ടപ്പെട്ടെങ്കിൽ, നല്ല യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുള്ളൂ. അതുകൊണ്ട് വിശ്വസിക്കുക, വെറും വാക്കല്ല.